അധ്യായം 18. നിങ്ങളുടെ ഉപബോധ മനസ്സ് എങ്ങനെ മാനസിക തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നു. പരിഹാരം പ്രശ്നത്തിനുള്ളിലുണ്ട്. ഉത്തരം ഓരോ ചോദ്യത്തിലുമുണ്ട്. ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വഴി വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാം അറിയുകയും എല്ലാം കാണുകയും ചെയ്യുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സിലെ അനന്തമായ ജ്ഞാനം അതിനുള്ള ഏറ്റവും നല്ല നടപടിക്രമം സ്വീകരിക്കുന്നുവെന്നും അതിന് ഉത്തരമുണ്ടെന്നും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തുമെന്നും കരുതുന്നതാണ് ഉത്തമം. സർഗാത്മക ബുദ്ധി സന്തോഷകരമായ ഒരു പരിഹാരം കൊണ്ടുവരുന്നു എന്ന നിങ്ങളുടെ പുതിയ മാനസിക മനോഭാവം ഉത്തരം കണ്ടെത്തുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കും. അത്തരമൊരു മനോഭാവം നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും ക്രമവും സമാധാനവും അർത്ഥവും കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചുകൊള്ളുക. ഒരു ശീലം എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ കെട്ടിപ്പടുക്കാം? നിങ്ങൾ ശീലത്തിന്റെ സൃഷ്ടിയാണ്. ശീലം നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനമാണ്. നീന്താനും സൈക്കിൾ ചവിട്ടാനും നൃത്തം ചെയ്യാനും കാർ ഡ്രൈവ് ചെയ്യാനും നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ചുവട് ഉറപ്പിക്കുന്നത് വരെ ബോധപൂർവം ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടാണ്. തുടർന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ സ്വാഭാവിക ശീല പ്രവർത്തനം അത് ഏറ്റെടുക്കുന്നു. ഇതിനെ ചിലപ്പോൾ രണ്ടാം സ്വഭാവം എന്ന് വിളിക്കുന്നു. അത് നിങ്ങളുടെ ചിന്തയോടും പ്രവർത്തനത്തോടും ഉള്ള നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രതികരണമാണ്. ഒരു നല്ല ശീലമോ ചീത്ത ശീലമോ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു നിഷേധാത്മക ചിന്ത ആവർത്തിക്കുകയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ശീലത്തിന്റെ നിർബന്ധത്തിന് കീഴിലായി പോകും. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ നിയമമാണ് നിർബന്ധിതം. തുടർന്നുകൊണ്ടേയിരിക്കുന്നത് തുടരുക. ഭയം നിങ്ങളുടെ മനസ്സിന്റെ വാതിലിൽ മുട്ടുമ്പോൾ അല്ലെങ്കിൽ വിഷമവും ഉത്കണ്ഠയും നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ ലക്ഷ്യവും നിരൂപിക്കുക. ചിന്തയിലൂടെയും ഭാവനയിലൂടെയും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സിലെ അനന്തമായ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും ശക്തിയും ധൈര്യവും നൽകും. നേരം പുലരും വരെയും നിഴലുകൾ അകന്നു പോകുന്നത് വരെയും ആവർത്തിച്ചുകൊണ്ടും നിഷ്ഠയോടെ പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുക. പ്രശ്നത്തിനുള്ളിലാണ് പരിഹാരം. ഓരോ ചോദ്യത്തിലും അതിനുള്ള ഉത്തരമുണ്ട്. വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ അനന്തമായ ജ്ഞാനത്തോട് അഭ്യർത്ഥിക്കുമ്പോൾ അത് നിങ്ങളോട് പ്രതികരിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനമാണ് ശീലം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അത്ഭുതകരമായ ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ശീലങ്ങൾക്കുള്ള സ്വാധീനത്തെയും വ്യാപ്തിയേക്കാൾ കൂടുതലായി വലിയ തെളിവില്ല. നിങ്ങൾ ശീലത്തിന്റെ സൃഷ്ടിയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു പാന്താവായി തീർന്ന് നീന്തൽ, നൃത്തം, ടൈപ്പിംഗ്, നടത്തം, കാർ ഓടിക്കുക എന്നിങ്ങനെയുള്ള ഒരു യാന്ത്രിക പ്രവൃത്തിയാകുന്നതുവരെ നിങ്ങൾ ചിന്തയും പ്രവൃത്തിയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ശീലങ്ങളുടെ മാതൃകകൾ ഉപബോധ മനസ്സിൽ രൂപപ്പെടുത്തുന്നു. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നല്ലതോ മോശമോ ആയ ശീലം തിരഞ്ഞെടുക്കാം. പ്രാർത്ഥന ഒരു നല്ല ശീലമാണ്. നിങ്ങളുടെ ബോധം മനസ്സിൽ കാണുന്ന വിശ്വാസത്തിന്റെ പിൻബലമുള്ള ഏത് മാനസിക ചിത്രവും നിങ്ങളുടെ ഉപബോധ മനസ്സ് നടപ്പിലാക്കും. നിങ്ങളുടെ വിജയത്തിനും നേട്ടത്തിനും ഒരേ ഒരു തടസ്സം നിങ്ങളുടെ സ്വന്തം ചിന്ത അല്ലെങ്കിൽ മാനസിക ചിത്രമാണ്. നിങ്ങളുടെ ശ്രദ്ധ തിരിയുമ്പോൾ നിങ്ങളുടെ നന്മയെക്കുറിച്ചോ ലക്ഷ്യത്തെക്കുറിച്ചോ ഉള്ള ധ്യാനാവസ്ഥയിലേക്ക് അതിനെ തിരികെ കൊണ്ടുവരിക. ഇതൊരു ശീലമാക്കുക. ഇതിനെയാണ് മനസ്സിനെ അച്ചടക്കപ്പെടുത്തുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോധ മനസ്സ് ഒരു ക്യാമറയാണ്. നിങ്ങൾ ചിത്രം ആലേഖനം ചെയ്യുന്നതോ എഴുതി ചേർക്കുന്നതോ ആയ മൃദുലമായ ഒരു പ്രതലമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഭയചിന്ത മാത്രമാണ് പലരെയും പിന്തുടരുന്ന ഒരേ ഒരു നിർഭാഗ്യം. നിങ്ങൾ ആരംഭിക്കുന്നത് എന്തും നിങ്ങൾ ദൈവിക ക്രമത്തിൽ ഒരു സമാപനത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ നിർഭാഗ്യത്തെ തകർക്കുക. സന്തോഷകരമായ അന്ത്യം ചിത്രീകരിച്ച് ആത്മവിശ്വാസത്തോടെ അത് നിലനിർത്തുക. ഒരു പുതിയ ശീലം രൂപപ്പെടുത്തുന്നതിന് അത് അഭികാമ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. മോശം ശീലം ഉപേക്ഷിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം എപ്പോഴാണ് അത് തുടരാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തേക്കാൾ വലുത്, അപ്പോൾ നിങ്ങൾ ഇതിനകം 51% സുഖപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ചിന്തകളും മാനസിക പങ്കാളിത്തവും വഴിയല്ലാതെ മറ്റുള്ളവരുടെ പ്രസ്താവനകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ലക്ഷ്യമായ സമാധാനം, ഐക്യം, സന്തോഷം എന്നിവയുമായി താതാത്മ്യം പ്രാപിക്കുക. ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ചിന്തകൻ നിങ്ങളാണ്. അമിതമായ മദ്യപാനം രക്ഷപ്പെടാനുള്ള അവബോധമില്ലാത്ത ഒരു അഭിലാഷമാണ്. നിഷേധാത്മകവും വിനാശകരവുമായ ചിന്തയാണ് മദ്യപാനാസക്തിക്കുള്ള കാരണം. സ്വാതന്ത്ര്യം, ശാന്തത, പൂർണ്ണത, നേട്ടം അനുഭവിക്കാനുള്ള ആവേശം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് പ്രതിവിധി. പലരും മദ്യപാനികളായി തുടരുന്നത് അവർ അത് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതിനാലാണ്. നിങ്ങളെ അടിമത്തത്തിലാക്കുകയും നിങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടയുകയും ചെയ്യുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ നിയമം നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുകയും ചെയ്യും.
നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അത്. നിങ്ങളുടെ ഭാവന നിങ്ങളെ മദ്യപാനിയാക്കി. അത് നിങ്ങളെ സ്വതന്ത്രനാണെന്ന സങ്കല്പത്തിലേക്ക് നയിക്കട്ടെ. മദ്യപാനത്തിന്റെ യഥാർത്ഥ കാരണം നിഷേധാത്മകവും വിനാശകരവുമായ ചിന്തയാണ്. ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്തോ അങ്ങനെ തന്നെ ആയിരിക്കും അവൻ. ഭയം നിങ്ങളുടെ മനസ്സിന്റെ വാതിലിൽ മുട്ടുമ്പോൾ ദൈവത്തിലും എല്ലാം നന്മയിലും ഉള്ള വിശ്വാസം വാതിൽ തുറക്കട്ടെ.